തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 19-കാരൻ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കൂടെയുണ്ടായിരുന്ന 2 പേർ മാറി രക്ഷപ്പെട്ടു. കാലപ്പഴക്കം ചെന്ന പോസ്റ്റാണ് തകർന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് പലതവണ KSEBയോട് ആവശ്യപ്പെട്ടിരുന്നതായും നാട്ടുകാർ പറഞ്ഞു. വണ്ടി കയറ്റി പനൂര് ചെന്ന് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജ് നെടുമങ്ങാട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴേ ഇവിടുന്ന് പോയപ്പോഴേ മരിച്ചുപോയി. ആള് മരിച്ചുപോയി. ചെറിയ കാറ്റ മഴ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ മഴയൊന്നുമില്ല. പോസ്റ്റ് പഴക്കമുള്ള പോസ്റ്റാണ്. മരം വെട്ടിന്റെ കാര്യം നേരത്തെ വിട്ടുവരുന്നു, ഇലക്ട്രിസിറ്റിക്കാർ വിട്ടുവരുന്നു. അപ്പൊ അവരിൽ നിന്നുള്ള പറഞ്ഞപ്പോൾ അവർക്കൊരു പരിധി ഉണ്ടായാലും കൂടുതൽ അവർ വിട്ടൂലെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഓണറെ പറഞ്ഞപ്പോ ഓണർ പറഞ്ഞ് അത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഇതിൽ കറണ്ടുണ്ട്, ലൈറ്റ് കത്തി കിടപ്പുണ്ട്, പോസ്റ്റിൽ എല്ലാം ഉണ്ട്. റോഡിലൊന്നും നിൽക്കാൻ നോക്കൂല കണ്ടീഷനിൽ. സ്വകാര്യ വ്യക്തി മരം മുറിക്കാൻ സമ്മതിക്കാത്തതാണ് അപകടത്തിന് വഴിയൊരുക്കിയത് എന്നാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം. പറഞ്ഞു, ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ കാറ്റിൽ മരം വീണതാണ്. ആ മരം പ്രൈവറ്റുകാരുടെയാണ്. അയാൾ അതിനു മുമ്പ് അത് കൊടുത്തിട്ടും മുറിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ നിയമപര നടപടി എന്താണെന്ന് അത് ചെയ്തോട്ടെ. ഇപ്പോൾ ചീഫ് എഞ്ചിനീയറിനെ ഉടൻ തന്നെ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ഇതിൻ്റെ അദ്ദേഹം ഇപ്പോൾ തന്നെ പോയി എവിടെയാണ് പാളിച്ച വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും. മരങ്ങൾ മുറിച്ചു മാറ്റാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് സ്ഥല ഉടമയുടെ വിശദീകരണം. ഈ പള്ളി സത്യത്തിൽ എൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. 5 മൂട് റബ്ബർ ഞാൻ ക്യാബിലൈൻ വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യും, നമ്മൾ നാട്ടിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ അപ്പുറത്ത് അടുത്തൊരു വീടുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് എന്നും കോതണമെന്ന് പറഞ്ഞ് ഞാൻ കോതനില്ല, ഞാൻ എന്നെ മുറിച്ച് മാറ്റിത്തരാം. അങ്ങനെ ഒരു പ്രസിഡന്റും പറഞ്ഞിട്ടില്ല, സുനിയും പറഞ്ഞില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തു കൊടുക്കും. പോസ്റ്റിന് ബലക്ഷയമുണ്ടായിരുന്നെന്ന് MLA DK മുരളി. KSEBക്ക് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും MLA പറഞ്ഞു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്നലെ അർദ്ധരാത്രി അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അവർ കാറ്ററിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഈ ദുരന്തത്തിൽപ്പെട്ടത്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ കുടുംബത്തിന് തന്നെ കരകയറാൻ പറ്റുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊരു മരമാണ് ഒടിഞ്ഞു വീണത്. അവരുടെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരത് ചെവിക്കൊണ്ടില്ല എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. ഇതെല്ലാം ഈ സന്ദർഭത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇലക്ട്രിസിറ്റി മന്ത്രിയെ ഇത് വിവരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ പറയുമ്പോൾ തന്നെ ന്യൂസിലൂടെയും മറ്റും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് CIക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപകടം നടന്ന പാമ്പാടി പനവൂർ പ്രദേശങ്ങളിലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ നെടുമങ്ങാട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻക്വസ്റ്റ് ബാക്കി നടപടികളായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിൽ മറ്റെന്തെങ്കിലും വീഴ്ച ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് അതിനനുസരിച്ച് ബാക്കി നിയമ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും. ഇപ്പം നിലവിൽ ഇവിടെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിക്കുന്നതിന് റെസിഡൻസ് അസോസിയേഷനോടും ഇവിടുത്തെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളുടെ ഉടമസ്ഥരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി പോയി. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരികെ വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവനാണ് ഇക്കാര്യത്തിൽ നഷ്ടമായിരിക്കുന്നത്. ആരുടെയൊക്കെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ പോലും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. അതിന് ആ രീതിയിൽ അത്രമാത്രം ഗൗരവകരമായി തന്നെ ഈ ഒരു കാര്യത്തെ കാണണം എന്നുള്ളതാണ്. നിലവിൽ കേസ് തുടർ നടപടികളൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? സ്വാതി ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആരുടെ അനാസ്ഥ എന്ന് പറഞ്ഞിരുന്നാലും ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. KSEBയും പഞ്ചായത്തും മറ്റുമൊക്കെ പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴും കഴിഞ്ഞ ദിവസം കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ അക്ഷയ്, ഈ പൊട്ടിവീണ ഇലക്ട്രിക് കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ദാരുണമായി മരണപ്പെട്ടു എന്ന സംഭവം ദൗർഭാഗ്യകരമാണ്. എന്തായാലും അതിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ നാട്ടുകാർക്കിടയിലുണ്ട്. അല്പസമയം മുൻപ് യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പനവൂർ KSEB ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അത് പോലീസ് തടയുകയും ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഉണ്ടായി. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോസ്റ്റിന്റെ ബലക്ഷയമാണ് നാട്ടുകാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ പോസ്റ്റിന് ബലക്ഷയമുണ്ടെന്നും ഒരു സ്റ്റേ കമ്പി പോലും അതിന് ഇല്ലായിരുന്നു എന്നും നാട്ടുകാർ പലതവണ ഈ KSEBയോട് അറിയിച്ചിരുന്നു. പക്ഷേ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാനമായും മഴക്കാലത്തിന് മുമ്പൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് KSEB ഇത്തരം ലൈനുകളിൽ തങ്ങി നിൽക്കുന്ന മരക്കൊമ്പുകളൊക്കെ വെട്ടിമാറ്റുന്ന ഒരു ശീലം
എങ്കിലും അത് പതിവാണ്. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പരാതി പറയുന്നു. അതേസമയം KSEB അത് നിരാകരിക്കുന്നുണ്ട്. KSEBയുടെ ചീഫ് എഞ്ചിനീയർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പോസ്റ്റിന് ബലക്ഷയമില്ല എന്നാണ് ചീഫ് എഞ്ചിനീയർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ സ്റ്റേ കമ്പി മുറിച്ചുമാറ്റിയ രീതിയിലായിരുന്നുവെന്നും അതാരെങ്കിലും ബോധപൂർവം മുറിച്ചുമാറ്റിയതാണോ എന്ന് പരിശോധിക്കുമെന്നും ചീഫ് എഞ്ചിനീയർ വ്യക്തമാക്കുന്നുണ്ട്. സ്ഥലമുടമ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ മരം മുറിച്ചുമാറ്റാൻ കഴിയാത്തതെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമുള്ളപ്പോൾ അതിനെ തള്ളി സ്ഥലം ഉടമ വരുന്നു. അത്തരത്തിലൊരു നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. സ്ഥലം MLA സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. നാട്ടുകാർ പറയുന്ന ഈ പരാതികൾ കൃത്യമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുമ്പോഴും KSEB ലയൻ പൊട്ടിവീണ് കഴിഞ്ഞ ദിവസം ഒരു മരക്കമ്പ് വീണതിനെ തുടർന്ന് KSEB ലയൻ പൊട്ടിവീണ് 3 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ആ ബൈക്കിന് മുകളിലേക്കാണ് ഇത് വീഴുന്നത്. അതിനുശേഷം ഒരാൾക്ക് ഇത്തരത്തിൽ മരണം സംഭവിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ അക്ഷയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സ്ഥലം സന്ദർശിച്ച പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ സ്ഥലത്തെ ഒരു ഗ്രാമീണ പ്രദേശമാണ്. കൂടുതലും റബ്ബറും മറ്റ് വലിയ വൃക്ഷങ്ങളൊക്കെ തങ്ങി നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മരങ്ങൾ മുറിക്കുന്നതിന് KSEBയെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ടെന്ന് KSEB അധികൃതർ വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ചൊരു യോഗം വിളിക്കാൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റണമെന്ന് ഉടമസ്ഥരോട് തന്നെ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. റെസിഡൻസ് അസോസിയേഷനുകളെയും ഉടമസ്ഥരെയും ഒക്കെ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. നാളെ 10 മണിക്ക് അത്തരത്തിലൊരു യോഗം പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു. ആ യോഗത്തിൽ കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകും. ഇത്തരത്തിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമുറിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലുണ്ടായിരുന്ന മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വൈകുന്നേരത്തോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് അറിയുന്നത്. ശരി ചന്തു, അതുതന്നെയാണ് ഏറെ ഗൗരവകരമായി തന്നെ ഇക്കാര്യത്തിൽ ഇനി മുന്നോട്ട് തുടർ നടപടികൾ വേണം എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി.